ഷാറൂഖ് ഖാനെ പ്രേമിക്കുന്ന, സൽമാൻ ഖാനെ പ്രേമിക്കുന്ന, ഹോളിവുഡിന്റെയും ബോളിവുഡിന്റെയും സിനിമാ താരങ്ങളെ സ്നേഹിക്കുന്ന, ക്രിക്കറ്റ് ഞങ്ങളുടെ മതമാണെങ്കിൽ സച്ചിൻ ഞങ്ങളുടെ ദൈവമാണെന്ന് പറഞ്ഞ് പ്ലക്കാർഡും പിടിച്ചുകൊണ്ട് ഗ്യാലറിയിലിരുന്ന ചെറുപ്പക്കാരാ, രണ്ടാമത് പ്രണയിക്കേണ്ടതാരെയാ? ലോകത്തിന്റെ സൗന്ദര്യധാമമായ, ലോകത്തിന്റെ സൗന്ദര്യത്തിന്റെ നിറകുടമായ 14-ാം രാവിലെ മദീനയിലൂടെ ഞാൻ എന്റെ മുത്ത് റസൂലിന്റെ കൂടെ നടന്നു പോകുമ്പോ ഹസ്സാൻ റളിയല്ലാഹു അൻഹു പറയാ, ആകാശത്ത് 14-ാം രാവിലെ പൗർണമി ചന്ദ്രൻ ഇങ്ങനെ തിളങ്ങി നിൽക്കുകയാ. ഞാൻ നോക്കി, ആകാശത്തെ ചന്ദ്രനേക്കാൾ സൗന്ദര്യം എന്ന മുത്ത് ഹബീബിന്റെ മുഖത്താടോ. അല്ലാഹുവിന്റെ റസൂൽ ഷായിറേ റസൂൽ ഹസ്സാൻ റളിയല്ലാഹു അൻഹു പാടുകയാ, ആകാശത്തെ നക്ഷത്രത്തിന്, ആകാശത്തെ ചന്ദ്രബിംബത്തെ ഞാൻ നോക്കി, എന്റെ തൊട്ടടുത്ത് കിടക്കുന്ന മുത്ത് ഹബീബിന്റെ മുഖത്തേക്ക് നോക്കി. എനിക്ക് സങ്കടമായി. ആർക്കാണ് സൗന്ദര്യം കൂടുതൽ? അവസാനം പറഞ്ഞ ഏറ്റവും സൗന്ദര്യം എന്റെ ഫഹ്മീവ വസ്ലീ വാഖിദു യദീ ഇൻഷാ അല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്. വാലന്റെ നിലത്തിന് പ്രണയമെന്ന അക്ഷരക്കടവുകളിലൂടെ നടന്നു പോയാ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരോട് ഞാൻ പറയാ, സ്നേഹിക്കേണ്ടത് എന്റെ ഹബീബിനെയാ, എന്റെ പ്രിയപ്പെട്ട ഹബീബിനെയാ. പൊന്നുമോനെ, ഈ വാരന്റെ ദിനത്തിൽ നിനക്ക് ഞാൻ പരിചയപ്പെടുത്തി തരട്ടെയോ? അങ്ങനെ പരിഷ്കാരത്തിന്റെ കളിത്തൊട്ടിലായ, അനക്കകി പോട്ട് വസ്ത്രമില്ലാത്ത പെണ്ണുമായി ശരീരത്തെ കെട്ടിപ്പിടിച്ചു നടക്കുന്ന, കടൽ കടന്നു വരുന്ന വിദേശ സംസ്കാരത്തെ കെട്ടിപ്പിടിച്ചും വാരിപ്പുണർന്നും കോൺക്രീറ്റ് സൗധത്തിൽ നിന്ന് രാജകീയ നൗകയിലേറി 5 നക്ഷത്ര ഹോട്ടലുകളുടെ പിന്നാമ്പുറങ്ങളിൽ സുഖം തേടി അലയുന്ന, അന്ധവിശ്വാസത്തിന്റെ അനാചാരങ്ങളുടെ വടക്കുകളിലൂടെ നടന്നു പോകുന്ന, ശ്വാന സൗന്ദര്യ പ്രദർശന മത്സരത്തിന് സമ്മാനം മോഹിച്ചു പുമറേനിയ പട്ടിക്കുഞ്ഞുങ്ങളെ മടിത്തട്ടിലിരുത്തി പാലൂട്ടുന്ന പട്ടണത്തിലെ കൊച്ചമ്മമാരുടെ ഫെമിനിസത്തിന്റെ വാക്ക് കേട്ടിട്ട് അടിവസ്ത്രം പോലും ധരിക്കാതെ അർദ്ധനഗ്നകളായി നടന്നു പോകുന്ന, ആവാസത്തിന്റെ പെണ്ണുമായി കാമുകിയുമായിട്ട് മംഗലാപുരത്തോ ഉള്ളോളത്തോള്ള തിരമാലകളോട് കടൽ തീരത്ത് പോയിരുന്നിട്ട് ഭൂമിയിലേക്ക് തലവെല്ലി തിരിച്ചു പോകുന്ന തിരമാലകളോട് കഥ പറഞ്ഞ്, കാമുകിയുടെ മടിയിൽ തലവച്ച് തിരമാലകളോട് കഥ പറഞ്ഞ് കാമുകിയുടെ കണ്ണിന് നോക്കിയിരിക്കുന്ന എന്റെ പ്രിയപ്പെട്ട കാമുക, നിനക്ക് ഞാൻ പറഞ്ഞു തരട്ടെയോ? പരിഷ്കാരത്തിന്റെ തൊട്ടിലെന്ന് നമ്മൾ വിശേഷിപ്പിച്ച, പരിഷ്കാരത്തിന്റെ തൊട്ടിലെന്ന് നമ്മൾ വിശേഷിപ്പിച്ച ഫ്രാൻസിൽ നിന്ന് 7250 കിലോമീറ്റർ താണ്ടി അവിടെ നിന്ന് ഹസൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ വരികയാ. എവിടേക്കാ വരുന്നതെന്നറിയോ? ഫ്രാൻസിന്റെ മാദകത്വത്തിൽ നിന്ന്, ഫ്രാൻസിന്റെ നാഗരികതയിൽ നിന്ന് 17 രാജ്യങ്ങളെ താണ്ടിക്കടന്ന് 7250 കിലോമീറ്റർ താണ്ടി ഒരു ചെറുപ്പക്കാരൻ നിന്നെ പോലെ ചൊങ്ങുള്ള സുറുക്കുള്ള, നിന്നെ പോലെ സൗന്ദര്യമുള്ള, നിന്നെ പോലെയല്ല അറബ് വംശജനായ ആപ്പിള് പോലെ ചുമന്നു കൊടുത്ത ഹസൻ എന്ന ചെറുപ്പക്കാരൻ വരികയാ. ആ ചെറുപ്പക്കാരൻ 3 ദിവസം കഴിഞ്ഞാൽ മക്കയിലെത്തും. അവൻ ആരെ തേടി വരികയാ? അങ്ങനെ ഫ്രാൻസിൽ നിന്ന് 7250 കിലോമീറ്റർ താണ്ടി തന്റെ ഹൃദയത്തിന്റെ കാമുകായ, തന്റെ ഹൃദയത്തിന്റെ മാണിക്യത്തുടിപ്പായ എന്ന് സ്വപ്നത്തിൽ കാണാൻ കൊതിച്ച അല്ലാഹുവിന്റെ റസൂലിനെ കാണാൻ വരികയാ. ആ ഖുബ്ബത്തുൽ ഖദറാഇന്റെ ചുവട്ടിൽ വന്നിട്ട് അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ് എന്ന് പറയാ. ആ ചെറുപ്പക്കാരൻ 7250 കിലോമീറ്റർ താണ്ടി വരുന്നത് കാമുകനെ കാണാനാ. ഏത് കാമുകനാ? പച്ചക്കുപ്പയുടെ താഴെ കിടക്കുന്ന യാ ഹബീബ് നൂറെ മുഅല്ലം, യാ ഹബീബ് നൂറെ മുജസ്സം. ആ ചെറുപ്പക്കാരന്റെ ഹൃദയത്തിൽ ഒരേ ഒരു മന്ത്രമേ ഉള്ളൂ, അത് മറ്റൊന്നുമല്ല. യാ ഹബീബ്, യാ ഹബീബ്
യാ ഹബീബ് നൂറ മുഅല്ലം യാ ഹബീബ് യാ ഹബീബ് നൂറ മുജസ്സം. ലോകത്തിന്റെ പരിശുദ്ധനായ റസൂലേ, അവിടേക്ക് വന്ന് സലാം പറയാൻ, അവിടുത്തെ ഹൃദയത്തോടൊന്ന് ചാരത്ത് നിൽക്കാൻ എന്റെ പ്രിയപ്പെട്ട പൊന്നുമോനെ കഴിയട്ടെ. സ്നേഹിക്കേണ്ടത് മുത്ത് ഹബീബിനെയല്ലയോ? ബിലാൽ പ്രേമിച്ചതുപോലെ സയ്യിദുനാ ബിലാൽ, റഈസുനാ ബിലാൽ മദീനത്തെ പള്ളിയിൽ ഒരു ശബ്ദം കേൾക്കുകയാ, അജബൻ അജബാ അജബൻ അജബാ. എന്തോരത്ഭുതമാണ്, എന്തോരത്ഭുതമാണ്. ഞാൻ രാത്രിയിൽ സ്വപ്നം കണ്ടു. ഞാൻ സ്വർഗത്തിന്റെ മുമ്പിലേറെ നടന്നു പോകുമ്പോ എനിക്ക് മുമ്പിൽ ഒരാൾ നടന്നു പോവുകയാ. ആ ആളുടെ മുഖം എനിക്ക് കാണാൻ കഴിയുന്നില്ല. എന്റെ മുമ്പിൽ, എന്നേക്കാൾ മുമ്പിൽ സ്വർഗത്തിലോട്ട് നടന്നു പോകുന്ന ആളെ എനിക്ക് കാണാൻ കഴിയുന്നില്ല. അയാളുടെ ചെറുപ്പിന്റെ ശബ്ദമല്ലാതെ മറ്റൊന്നും കാണാൻ കഴിയുന്നില്ല. ആരാണെന്നറിയാൻ, എന്നേക്കാൾ മുമ്പേ സ്വർഗത്തിലേക്ക് പോകുന്നതാണെന്നറിയാൻ ഞാൻ പെട്ടെന്ന് നോക്കിയപ്പോ അത് മറ്റാരുമല്ല, അതെന്റെ ബിലാലാ, അതെന്റെ ബിലാലാ. മഹാനായ ബിലാൽ റളിയല്ലാഹു അൻഹു. ഇത് കേട്ടിട്ട് സദസ്സിലിരിക്കുന്ന കറുകറുത്ത ചുണ്ടുകളുള്ള ചപ്രച്ച തലമുടിയുള്ള ബിലാൽ പൊട്ടിക്കരയുകയാണ്. യാ റസൂലല്ലാഹ്, അങ്ങയുടെ മുമ്പിലേ ഞാൻ നടക്കുകയോ നബിയേ? ബിലാലും അല്ലാഹുവിന്റെ റസൂലും തമ്മിലുള്ള പ്രണയമറിയണമെങ്കിൽ ഇത് വായിച്ചാൽ മതി. സയ്യിദുനാ ബിലാൽ, റഈസുനാ ബിലാൽ. ചുവപ്പും വെളുപ്പും ഇഷ്ടപ്പെടുന്നവരോട് കറുപ്പിനോടൊന്നിനി വെറുപ്പിന്റെ മേലാപ്പെന്ന് തോന്നിച്ചിട്ട് കറുപ്പിനെ വെറുക്കരുതേ എന്ന് പഠിപ്പിച്ചു കൊടുത്ത ഹബീബായ നബിയുനാ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിന്റെ റസൂൽ രോഗബാധിതനായി കിടക്കുമ്പോ അല്ലാഹുവിന്റെ റസൂലിന്റെ വീട്ടിലേക്ക് വന്ന് എന്റെ ഹബീബായ നബി തങ്ങളുടെ രോഗാവസ്ഥ കണ്ടപ്പോ വാ ഹുസ്നാ വാ ഹുസ്നാ, എന്റെ ദുഃഖമേ, എന്റെ ദുഃഖമേ, എന്റെ ഹബീബായ നബി തങ്ങൾ വിട പറയുന്നുവോ എന്ന് പറഞ്ഞ് പൊട്ടിക്കരന്നുകൊണ്ട് മദീനയിലേക്ക് ഓടിയ ബിലാൽ. ആ ബിലാൽ നിലവിളിച്ചതിന്റെ അന്നാണ് ഹബീബായ നബി തങ്ങൾ വഫാത്തായത്. നബി തങ്ങൾ വഫാത്തായപ്പോ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിട പറഞ്ഞപ്പോ ബിലാലിന് പിന്നെ മദീന ശ്മശാനമായി, മദീന പിന്നെ മൂകമായി. അല്ലാഹുവിന്റെ റസൂലില്ലാത്ത മദീന വേണ്ട, എന്റെ പ്രണയത്തിന്റെ നായകനില്ലാത്ത മദീന എനിക്ക് വിരസമാ. ബിലാൽ ഇവിടെ നിന്ന് ശാമിലേക്ക് പോയി. ആ ശാമിൽ പോയി കുറെ കഴിഞ്ഞപ്പോ പൂതി തോന്നി, എനിക്ക് എന്റെ ഹബീബിനെ കാണണം. റൗളയിലേക്ക് തിരിച്ചു വന്ന് മദീനയിലേക്ക്. ആ മദീനയിൽ വന്ന് ബിലാൽ നിൽക്കുമ്പോ അബൂബക്കർ റളിയല്ലാഹു തആല പറഞ്ഞു പോയല്ലോ, ബിലാലേ ഒന്ന് ബാങ്ക് വിളിക്കു ബിലാൽ. ആരാ പറയുന്നത്? അബൂബക്കറാ പറയുന്നത്. ഉമയ്യത്തിന്റെ ചാട്ടവാറിന്റെ അടിയേറ്റിട്ട് പൊളഞ്ഞപ്പോ തന്റെ സ്വാതന്ത്ര്യത്തിന്റെ നാദവീതികളെ തനിക്ക് നൽകിയ അബൂബക്കറാ. ജാഹിലിയ്യ കാലഘട്ടത്തിൽ അറബികളുടെ പന്തലിൽ നിന്ന് പാട്ടുപാടിയപ്പോ തന്നെ വന്ന് അഭിനന്ദിച്ച അബൂബക്കറാ. എന്നാലും പറഞ്ഞു കഴിയില്ല അബൂബക്കറേ. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ബിലാലെ ഒന്ന് ബാങ്ക് വിളിക്കുമോ? അപ്പോഴും പറയുന്നു കഴിയില്ല ഉമറേ, എനിക്ക് ബാങ്ക് വിളിക്കാൻ അല്ലാഹുവിന്റെ റസൂലില്ലാത്ത മദീനയിൽ ഞാൻ എങ്ങനെയാ ബാങ്ക് വിളിക്കുക? അവിടെ കിടന്ന് പൊട്ടിക്കരന്ന് ബിലാൽ. അവസാന മുത്ത് റസൂലിന്റെ പേരക്കുട്ടികൾ വന്നു. ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമാ, ഒന്ന് ബാങ്ക് വിളിക്കുമോ ബിലാൽ? ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമാന്റെ അല്ലാഹുവിന്റെ റസൂലിന്റെ പേരക്കുട്ടികളുടെ സമ്മർദ്ദത്തിന് മുമ്പിൽ ബിലാൽ റളിയല്ലാഹു തആല മദീനയിൽ ബാങ്ക് വിളിച്ചില്ല. മുഅ്മിനീങ്ങളെ, ബിലാലിന്റെ ബാങ്ക് കേട്ട് മദീനയിലെ ആപാദവൃദ്ധം ജനങ്ങൾ ഓടി വന്നു. അവസാനം അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് ഇത് പറയേണ്ട താമസംബോധരഹിതനായി ബിലാൽ താഴെ വീണു റളിയല്ലാഹു അൻഹു. പ്രണയത്തിന്റെ കേവലാക്ഷരങ്ങൾക്കപ്പുറം ഹൃദയത്തിൽ
ഹൃദയത്തിന്റെ അനുഭൂതിയാണ് പ്രണയമെന്ന് പഠിപ്പിച്ചു തന്ന സയ്യിദുനാ ബിലാൽ റളിയല്ലാഹു തആല അൻഹു. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് അല്ലാഹുവിന്റെ റസൂലിനെ സ്നേഹിക്കുക. ഏറ്റവും വലിയ പ്രണയം മുത്ത് റസൂലിനോടാവുക. എന്നിട്ട് മനസ്സിന് ദുആ ചെയ്യുക, അല്ലാഹുവേ മരിക്കുന്നതിന് മുമ്പ് എന്റെ ഏറ്റവും വലിയ പ്രണയത്തിന്റെ ആദ്യാക്ഷരമായ ഹബീബായ നബിയുനാ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമേ സ്വപ്നത്തിലൊന്ന് കാണാൻ തൗഫീഖ് നൽകണേ അല്ലാഹ്. ഈ പാതിരാവിന്റെ നിശബ്ദതയിൽ സമയം വൈകിയപ്പോ ഓരോരുത്തരും അസ്വസ്ഥരാണ്. മണിക്കൂറുകളായിട്ട് ഇവിടെ വന്നിരുന്നവരുണ്ട്. 8 മണി വരെ മുതലിരുന്നവർ 4 മണിക്കൂർ കഴിഞ്ഞു. എന്നാലും നമുക്ക് കൈകൾ ഉയർത്തിയിട്ട് ദുആ ചെയ്യാം. അല്ലാഹുവേ 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 മരിക്കുന്നതിന് മുമ്പ് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്വപ്നത്തിലൊന്ന് കാണാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. ബിഹഖി സയ്യിദിനാ മുഹമ്മദിൻ വഅലിഹി വസഹ്ബിഹി അജ്മഈൻ. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ.